ഇന്ന് നമുക്കൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാം. അതായത് ഭയങ്കര ക്രീമി ആയിട്ട് ചീസി ആയിട്ട് എങ്ങനെയാണ് ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പാസ്തയാണ്. ഇവിടെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അതായത് പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. നല്ല വെള്ളം തിളച്ചിട്ടാണ് പാസ്ത ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് പാസ്ത ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5-8 മിനിറ്റ് എടുക്കും നമ്മളെ പാസ്ത വേവാൻ വേണ്ടിയിട്ട്. പാസ്ത വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു നടു ഒന്ന് കുത്തി നോക്കിയാൽ ഇങ്ങനെ നമുക്ക് പൊട്ടിപ്പോരുന്ന പോലെ തോന്നണം. അങ്ങനെയാണെങ്കിലാണ് പാസ്ത വെന്തോ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ വാഷ് ബേസിലോട്ട് ഇതൊന്ന് കൊണ്ടുപോകാം. എന്നിട്ട് പൈപ്പ് ഓൺ ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് ഇതിനൊന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലുള്ള വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ കട്ട പിടിക്കാതിരിക്കാനും ഇത് നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകണത്. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. അത് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് വെളുത്തുള്ളിയാണ് വേണ്ടത്. ഇതിൽ വെളുത്തുള്ളി, അതായത് നമ്മൾ ഗാർലിക്കിൻ്റെ ഫ്ലേവറാണ് മുന്നോട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഗാർലിക് ഇടുക. പിന്നെ അതുപോലെ തന്നെ എന്തെല്ലാം വെജിറ്റബിൾസാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് അത് നമുക്ക് ഈ സമയം ആഡ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കമാണ് ഞാനിവിടെ ഒന്ന് സോട്ട് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് സോട്ട് ചെയ്തതിന് ശേഷം ഇത് മൂന്നും കൂടിയിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഞാനിവിടെ ഒരു 50 ഗ്രാമിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബട്ടർ അത്യാവശ്യം വേണം, എന്നാലാണ് ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുട്ടികൾക്ക് കഴിക്കാനായതുകൊണ്ട് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ബട്ടർ യൂസ് ചെയ്താലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ ബട്ടർ നന്നായിട്ട് മെൽട്ടായിട്ട് വരണം. ഇനി നമുക്ക് ഈ ബട്ടറിലോട്ടാണ് നമ്മളെ മൈദ ഇട്ട് കൊടുക്കേണ്ടത്. ഇതാണ് നമുക്കൊരു ക്രീമി ടെക്സ്ചർ വരുന്നത് നമ്മൾ മൈദ ചേർക്കുമ്പോഴാണ്. നമ്മുടെ 2 വലിയ ടേബിൾ സ്പൂണ് മൈദ ചേർത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ മൈദ കട്ട പിടിക്കേണ്ട നമുക്ക് നോക്കും വേണം. അതേപോലെ തന്നെ മൈദയുടെ പച്ചമണം നന്നായി വിട്ടുപോകും വേണം. അപ്പം നമ്മൾ നന്നായിട്ട് കൈവിടാതെ ഈ ഒരു സമയം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് കട്ട തീരെ പാടില്ല. നന്നായിട്ട് ക്രീമി പോലെ നമുക്ക് കിട്ടണം. ഇതിൻ്റെ പച്ചമണം നന്നായി വിടണം, ഇല്ലെങ്കിൽ നമ്മളെ പാസ്ത ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മൈദ ചേർക്കുമ്പോൾ ഇളക്കുമ്പോഴാണ് ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. മൈദയൊക്കെ ഒന്ന് സോട്ടായി കഴിയുമ്പോൾ തന്നെ നമ്മളെ പച്ചമണമൊക്കെ മാറി വരും, വേറെ ഒരു നല്ല സ്മെല്ല് വരും. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും മൈദയൊക്കെ നന്നായി വെന്തുണ്ട് എന്ന്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പാലാണ്. ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ മൈദയുടെ ഒറ്റ കട്ട പാടില്ല, അതില്ലാണ്ട് നമ്മൾ ഇളക്കിയെടുക്കണം. ഇവിടെ ഞാൻ 1.5 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അതിൽ ഒരു 3/4 ഗ്ലാസോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ എല്ലാ ലംസും മാറ്റി കളയണം. ഇപ്പം നമ്മളെ വൈറ്റ് സോസ് നല്ല ക്രീമി ആയിട്ടും ഒരു കട്ടയില്ലാതെയും വന്നിട്ടുണ്ട്. ഒരു നുള്ളുപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയതായിട്ടൊരു എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് സോട്ടായതിന് ശേഷം നമ്മളെ പാസ്ത ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക്.
ഞാൻ സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഉപ്പ് ചെറുതായ രീതിയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ആക്കണം. നന്നായിട്ട് ഈ പാസ്തയിൽ നമ്മൾ ഈ വൈറ്റ് സോസ് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ഒരു കട്ട പോലെ നമ്മളെ വൈറ്റ് സോസ് വരികയെങ്കിൽ ഇത്തിരി കൂടെ ചൂടുപാൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് പരിവാണ്, അതുകൊണ്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വരികയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ സമയം നമ്മൾ ഒറിഗാനോ ഉണ്ടല്ലോ, ഒറിഗാനോ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒന്ന് കയ്യിൽ ഒന്ന് ഞെരടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഈ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.